അപ്പോൾ ഇന്ത്യ ഭയക്കേണ്ട ഒരു കൺട്രിയാണ് അമേരിക്ക. പക്ഷേ ആ ട്രംപിൻ്റെ മുഖത്ത് നോക്കി നിന്നിട്ട് നിങ്ങൾ പറയുന്ന നയങ്ങളിൽ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാനും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിലായിരിക്കും മുന്നോട്ട് പോകുന്നതെന്നും ഭാവിയിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ബാക്കി രാജ്യങ്ങൾ ഞങ്ങൾ ഡിപ്പെൻഡഡ് ആയിരിക്കുമെന്നും മുഖത്ത് നോക്കി പറഞ്ഞ ഏക പ്രധാനമന്ത്രി ഇന്ത്യക്കുള്ള ശരിക്കും പ്രധാനമന്ത്രി ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതിന്റെ പേരിൽ ഇന്ത്യയുടെ തീരുവ 50% ഉയർത്തി. ഇതുവരെ അതിനെ എതിർത്ത് ഒരു ശക്തമായൊരു ഒരു ഒരു എന്താണ് ഒരു പ്രസ്താവന നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പ്രയോഗിച്ചു. അപ്പോൾ ഇതിനിടയിൽ മധ്യസ്ഥത വഹിച്ചത് ഞങ്ങളാണ്. ട്രംപ് ഒരു 50 വട്ടം പറഞ്ഞു. ഒരു ഒറ്റ തവണ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എതിർത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെയാണ് പ്രധാനമന്ത്രി ട്രംപിനെ ശക്തമായിട്ട് എതിർക്കുന്നത്? എപ്പോഴും പറയാറുണ്ട് മൈ ഫ്രണ്ട്, അതല്ലേ ഉള്ളൂ. പക്ഷേ ട്രംപ് പറഞ്ഞിട്ടുണ്ട് വേൾഡ്സ് ബെസ്റ്റ് നെഗോഷിയേറ്റർ ആണ് മോദി എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രംപ് ഇതുവരെ ജീവിതത്തിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, പല ലീഡേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും കണ്ടിട്ടില്ലാത്ത ഭയങ്കരമായ ക്വാളിറ്റി മോദിയിൽ കണ്ടിട്ടുണ്ടെന്ന്. ശരി, അപ്പൊ ഇങ്ങനെ ഒരു നെഗോസിയേഷൻ പവർ നരേന്ദ്രമോദിക്ക് ഉണ്ടെങ്കിൽ ലോകത്ത് അമേരിക്ക ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തിയിരിക്കുന്നത് ചൈനക്കെതിരെയാണ്. അത് 100% മുകളിലാണ്. രണ്ടാമത് ബ്രസീലിനും ഇന്ത്യക്കെതിരെയാണ്. അപ്പോൾ ഈ ഒരു നെഗോസിയേഷൻ എന്തുകൊണ്ട് കുറച്ചെടുക്കാൻ നരേന്ദ്രമോദിക്ക് പറ്റുന്നില്ല? ഈ തീരുവ എന്തുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നില്ല? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് പോടായിരുന്നു.